2 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ തിരിച്ച് എൻ്റെ കൊച്ചിയിലേക്ക് പോവാണ് കേട്ടോ. 2020 കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അച്ഛനും അമ്മയും കൂടെ കൊച്ചിയിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഒട്ടും അറിയണ്ടായിരുന്നില്ല എൻ്റെ ലൈഫിൽ വലിയൊരു പാർട്ടാവാൻ പോവാണ് കൊച്ചി എന്നുള്ളത്. എന്തായാലും ഇപ്രാവശ്യം നമ്മൾ കൊച്ചിയിൽ വന്നത് ഗ്രാജുവേഷന് മുമ്പ് കോളേജിലെ കുറച്ച് പരിപാടികൾ തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ തുഷ്കുവും മേതുവും ലാൻഡ് ചെയ്തത്. അങ്ങനെ ഞാനും മേതും കൂടി ഒരു ഊബർ എടുത്ത് നേരെ പോയത് നമ്മുടെ എടപ്പള്ളിയിലുള്ള ശരവണ ഭവനിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഫുൾ ഫണ്ണാണ് ഗൈസ്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും നേരത്തെ എത്താത്ത, അല്ലെങ്കിൽ ഓൺ ടൈമിൽ എത്താത്ത തുഷ്കുവിന്റെ ബസ് അന്ന് പതിവിലും നേരത്തെയായിരുന്നു. അങ്ങനെ ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ കോളേജിലേക്കാണ്. അങ്ങനെ അവിടെ നിന്ന് ഗ്രാജുവേഷൻ ഡ്രസ്സും ഗ്രേഡ് ഷീറ്റ്സും TCയും ഒക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. കാരണം രാവിലെ 10 മണിക്ക് കോളേജിലെത്തി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സമയം 12:45 കഴിഞ്ഞിരുന്നു ഗൈസ്. ഇന്നാണെങ്കിൽ ഞാനും മേതും ഏകദേശം സെയിം ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരുന്നത്. കുറേ പേര് ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ കസിൻസ് ആണോ, ഞങ്ങൾ റിലേറ്റഡ് ആണോ എന്നൊക്കെ ഉള്ളത്. അത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലൊരു കുളിർമയാണ്. നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ചധികം പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എടപ്പള്ളിയിലുള്ള സ്മൂച്ചോലാണ്. നമ്മുടെ ഈ ബിസി ലൈഫിൻ്റെ ഒക്കെ ഇടയിൽ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു ക്യൂട്ട് സ്പേസ് ആണ് കേട്ടോ സ്മൂച്ചോ. ഇപ്രാവശ്യം അംഗസംഖ്യ കുറവായതുകൊണ്ട് നമ്മൾ 2 ഐറ്റംസേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. It was at this moment that he knew he fucked up. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ടൗൺ സ്റ്റേഷനിലേക്കായിരുന്നു. കാരണം എനിക്കും തുഷ്കുനും ടൗണിൽ നിന്നായിരുന്നു കേട്ടോ ട്രെയിൻ, മേതുവിന് സൗത്തിൽ നിന്നായിരുന്നു. അങ്ങനെ നമ്മുടെ തുഷ്കുനെ ട്രെയിനൊക്കെ കയറ്റി അവളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ നേരെ പ്ലാറ്റ്ഫോം 1 വന്നു. അവിടെയായിരുന്നു നമ്മുടെ ട്രെയിൻ വരുന്നത്. കൂടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു പതിവിലും ലേറ്റ് ആയിരുന്നു ഈ വണ്ടിന്ന്. ഇതൊക്കെ എന്ത്. അങ്ങനെ ഒരു അടിപൊളി ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി ഗൈസ്. വൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം കൂടി പറയാനുണ്ട്. കുറേ കാലമായി നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് എൻ്റെ ഈ ചാനൽ. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസം അന്നായിരിക്കും നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ. ആ ദിവസത്തിന് ഇനി അധികം കാത്തിരിപ്പൊന്നും വേണ്ട കേട്ടോ. സംഭവം പിടികിട്ടിയൊരു നൈസായിട്ട് അതൊന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് അത്രയുള്ളൂ. ടാറ്റാ.